ഇക്കാലത്ത് 10 രൂപയ്ക്ക് എന്ത് കിട്ടും ചോദിച്ചാൽ എന്ത് കിട്ടും? അതായത് ഒരു നാരങ്ങാ വെള്ളം കുടിച്ചാൽ കൊടുക്കണ്ടേ 20-25 രൂപ. അതായത് ഈ വെറും 10 രൂപയ്ക്ക് 5 ദോശയും ചമ്മന്തി, അതായത് തേങ്ങാ ചമ്മന്തി, അതോടൊപ്പം തന്നെ മുളക് ചമ്മന്തി. ഇനി വേണേൽ ചോദിച്ചാൽ നല്ല ചിക്കൻ്റെ ഗ്രേവിയും കിട്ടും. വിശ്വസിക്കുമോ? അത് 10 രൂപയ്ക്ക് 5 ദോശ. കടയും വിശേഷങ്ങൾ കാണാം, ബാ കാണിച്ചു തരാം. അപ്പോൾ ഉദയേട്ടാ, എത്ര കാലം തുടങ്ങിയിട്ട് പരിപാടി? ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം തുടങ്ങിയിട്ട് 1.5 വർഷമായി. 2 വർഷം ആവാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ നിർത്തിവെച്ചു? അതിനു മുമ്പ് ഹോട്ടൽ ഉണ്ടായിരുന്നു, അന്ന് നിർത്തിവെച്ചു. ഹോട്ടൽ കൊറോണ സമയത്തൊക്കെ ഒരു ഒത്തിരി നഷ്ടമൊക്കെ വന്നപ്പോൾ നിർത്തി. അന്ന് ഇവിടെ തന്നെ ആയിരുന്നു കട? അന്ന് ഇത് തന്നെയാണ്. ഇത് ദോശ മുതലാവും 2 രൂപയ്ക്ക്? തീർച്ചയായിട്ടും. അത്ര ഉറപ്പിച്ച് പറയുന്നങ്ങനെ? ഉറപ്പിച്ചാ പറയുന്ന ആണോ? സംശയം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ പോയി 40 രൂപയ്ക്കുള്ളൊരു മാവ് വാങ്ങിക്കൊണ്ടോ. 40 രൂപ മാവ് വാങ്ങിയാൽ മാവ് വാങ്ങി ഇവിടെ കൊണ്ട് ദോശ ചൂടും. ആ പയ്യൻ്റെ കൊടുത്ത് അവൻ ചുട്ടിയും എത്ര ദോശ ചൂടണമെന്ന് നോക്കിക്കോളും. എത്ര ദോശ കിട്ടും സാധാരണ? ഒരു മാവിൽ ഞങ്ങൾ 35 ദോശ വിടും, 30-32 ദോശ വിടും. അപ്പോൾ എത്ര ലാഭമുണ്ട്? 12 രൂപ. ഒരു മാവിൽ 12 രൂപ ലാഭമുണ്ട്. അതായത് മുതൽ പോയിട്ട് ബാക്കി ലാഭമുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ മാറ്റി എനിക്ക് ആശുപത്രി പോകാൻ സമയം കാണും. 10 രൂപ ഉണ്ടെങ്കിൽ പട്ടിണി കിടക്കരുത് ആരും. ദോശക്ക് ഇപ്പം ചമ്മന്തിയും മുളക് ചമ്മന്തി, പിന്നെ ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി, ചിക്കൻ ഗ്രേവി കൊടുക്കും. എല്ലാം 10 രൂപയ്ക്ക്. 10 രൂപ. ചിക്കൻ കറിയുടെ ഗ്രേവി, അല്ലാതെ ഇവിടെ മറ്റേ കലക്ക് ഗ്രേവി ഒന്നല്ല, ചിക്കൻ കറിയുടെ ഗ്രേവി അത് തന്നെ കൊടുക്കും. പിന്നെ മറ്റു പൊറോട്ട നമുക്ക് പിന്നെ എന്തൊക്കെ ഐറ്റം? പൊറോട്ട ഉണ്ട്, പുട്ടുണ്ട്, ഇടിയപ്പമുണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇതിങ്ങനെ ഒറ്റ അടിക്ക് ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ ഘട്ടം ഘട്ടം? ഇതെല്ലാം ഞാൻ വീട്ടിൽ ഇവിടെ ഇങ്ങനെ ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ ചെയ്ത് കൊണ്ടുവരും. അത് പിന്നെ ഫ്ലെയിമിൽ ഇങ്ങനെ ചൂടാക്കി ഇത് കണ്ടില്ലേ? ഇങ്ങനെയുള്ള 5 ദോശ, അത് ചൂട് ദോശ ഇലയിൽ വെച്ച് ഇങ്ങനെ തരും. വെറും 10 രൂപ. തേങ്ങരച്ച നല്ല അടിപൊളി ചമ്മന്തി, ഉള്ളി ചമ്മന്തി കേട്ടോ. ഈ 2 തരം ചമ്മന്തിയും കൂട്ടി 10 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ചിക്കൻ പീസിന് കണ്ടോ? എല്ലാം അത്യാവശ്യം വലിയ പീസാട്ടോ. 1, 2, 3, 4 പീസുള്ള ചിക്കൻ. ഒരു ലെഗ് പീസ് തന്നെ വാങ്ങും 60-70. അപ്പോഴാണ് ഇത്രയും പീസിനാകെ 100 രൂപ. നൈസ് ഫൈൻ. ചിക്കൻ പെരട്ടിന് ആകെ വാങ്ങുന്നത് 150. നാടൻ കോഴി പെരട്ടിന് എല്ലാവരും നോർമലി 150 ഒക്കെ റേറ്റ് വാങ്ങുന്നത്. 250 ഗ്രാമിന് കേട്ടോ. ഇത് ഏകദേശം 300 ഗ്രാം വരും. അവിടെ 50 ഗ്രാം കൂടുതലാണ്. ഒരു ബുൾസേ അടിക്കാം. മുട്ടയുടെ ഉണ്ണി പൊട്ടാതെ ബുൾസേ അടിക്കണം. അതാണ് ടാസ്ക്. ടാസ്ക് വിജയിച്ചിരിക്കുന്നു. എപ്പം ചിക്കൻ പൊരിച്ചാലും അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ കാല് ലെഗ് പീസ് കൈ കിട്ടലും എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ഓടി വരുക രേവതിയാണ്, കിരുക്കൻ സിനിമയുടെ. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് വെക്കുമ്പോൾ നേരെ പോളി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണാം കേദാരം. വൈകുന്നേരം 5-5:30 എല്ലാം സ്റ്റാർട്ടാവും. പിന്നെ തീരുന്നനുസരിച്ച് ഏകദേശം 10 മണിയത്തെ എല്ലാ കാര്യങ്ങളും തീരുന്നതാണ് ഇതിനും പറഞ്ഞേക്കുന്നത്. തൽക്കാലം ഞാൻ തന്നെ കഴിച്ചിട്ട് വിടാൻ പോവാണ്. വീണ്ടും കണ്ടുമുട്ടാം ഇവിടെ വെച്ചെങ്കിലും. വിട്ടക്കട്ടെ. ബൈ.